Good evening, all of you, and welcome to the world of statistics. Today, we are discussing some questions in probability. ആക്ച്വലി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പ്രോബബിലിറ്റിയുടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത ഏരിയാസിൽ നിന്നല്ലാത്തതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ വാച്ച് ടിൽ ദ എൻഡ്. ആൻഡ് കുറെ ആൾക്കാർ കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വേണമെന്ന്. സോ മൂവിംഗ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കോയിൻ ഇസ് ടോസ്ഡ് വിത്ത് എ പ്രോബബിലിറ്റി P to get a head in a single trial. If X denote the number of trials required to get a head, what is the distribution of X? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രോബബിലിറ്റിയുടെ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഡിസ്ട്രിബ്യൂഷന്റെ ആണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. സോ പ്രോബബിലിറ്റിയും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് വളരെ ബേസിക് ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന 4 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ബെർണോളി, ബൈനോമിയൽ, ജോമെട്രിക് ആൻഡ് നെഗറ്റീവ് ബൈനോമിയൽ. ബിക്കോസ് ഇതിന് ഓരോന്നിനും റാൻഡം വേരിയബിൾസിന് പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ കോയിൻ ഇസ് ടോസ്ഡ് വിത്ത് എ പ്രോബബിലിറ്റി P ടു ഗെറ്റ് എ ഹെഡ് ഇൻ എ സിംഗിൾ ട്രയൽ. ഒരൊറ്റ ട്രയലിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി P ആണ്. ഇനി എക്സ് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ് റിക്വയർഡ് ടു ഗെറ്റ് എ ഹെഡ്. ഒരു ഹെഡ് കിട്ടാനുള്ള നമ്പർ ഓഫ് ട്രയൽസ് ആണ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏതായിരിക്കും? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഹെഡ് കിട്ടുന്നത് വരെ നമ്മൾ ട്രയൽ ചെയ്യുന്നുള്ളൂ. ആ ഹെഡ് കിട്ടാനുള്ള നമ്പർ ഓഫ് ട്രയൽസ് ആണ് എക്സ്. അത് വരുന്നത് എവിടെയാണ്? ജോമെട്രിക്കിലും നെഗറ്റീവ് ബൈനോമിയലും. അതില് ഫസ്റ്റ് സക്സസ് എന്നുള്ളത് വരുന്നത് ജോമെട്രിക്കിനാണ്. അങ്ങനെയല്ലേ ജോമെട്രിക് റാൻഡം വേരിയബിള് നമ്മൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജോമെട്രിക്കില്. അപ്പൊ നമ്മൾ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ജോമെട്രിക് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയിലുവേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ എപ്പോഴും സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹെഡിനെയാണ്. സോ ഫസ്റ്റ് സക്സസിന് തൊട്ട് മുന്നേ ഉള്ള ഫെയിലുവേഴ്സ് അല്ലെങ്കിൽ ട്രയൽസ്, ഫസ്റ്റ് സക്സസിന് മുന്നേ ഉള്ള ട്രയൽസ്, അതാണ് ഇവിടെ. സോ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഓരോ ഡിസ്ട്രിബ്യൂഷന്റെയും റാൻഡം വേരിയബിൾസിനെ ഓർത്ത് വെക്കാം. ബൈനോമിയലും ബെർണോളിയൊക്കെ ആണെങ്കിൽ നമ്പർ ഓഫ് സക്സസ് അങ്ങനെ. Second question. There are 2 groups of students consisting of 4 boys and 2 girls, 3 boys and 1 girl. One student is selected from both the groups. The probability of 1 boy and 1 girl being selected is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് ഗ്രൂപ്പില് 4 ബോയ്സും 3 ഗേൾസും ഉണ്ട്. അല്ല, 2 ഗേൾസും ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പില് 3 ബോയ്സും 1 ഗേളും ഉണ്ട്. ശരിയല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 ബോയ് 2 ഗേൾ, സെക്കൻഡ് ഗ്രൂപ്പിൽ 3 ബോയ് 1 ഗേൾ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, 1 സ്റ്റുഡന്റ് സെലക്ടഡ് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. രണ്ടിടത്തുനിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദ്യം. അതായത് അപ്പൊ നമ്മൾ ആലോചിക്കണം എന്തൊക്കെയാണ് അവിടെ ചാൻസ് ഉള്ളത്. ഒന്നുകിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ബോയിയെയും സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗേളിനെയും എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗേളിനെയും സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ബോയിയെയും എടുക്കാം. ഈ 2 കാര്യങ്ങൾ മാത്രം മതി ഇത് ആൻസർ ചെയ്യാൻ. അപ്പൊ റിക്വയർഡ് പ്രോബബിലിറ്റി എന്തായിരിക്കും? ഒന്നുകിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ബോയിയെ എടുക്കാം, അപ്പോ 4/6, ബിക്കോസ് 4 ബോയ്സ് ടോട്ടൽ 6 പേര്, ഇൻറ്റു ആൻഡ് അവിടെ ആൻഡ് ആണ് വരിക, കാര്യം 2 പേര് എന്തായാലും വേണം, അപ്പൊ ഓറിടാൻ പറ്റില്ല. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗേള്, അപ്പൊ 1/4 പ്ലസ്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗേളിനെ എടുക്കാം. 2 പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ എന്താ വരിക? ഓർ, അല്ലെങ്കിൽ. ഒന്നുകിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ അടുത്ത കോമ്പിനേഷൻ ആവാം. അപ്പൊ നടുക്ക് പ്ലസ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗേൾ ആവാം, അപ്പൊ 2/6 ഇൻറ്റു സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ബോയ് ആവാം, അപ്പൊ 3/4. സിമ്പിൾ ആണ് സോൾവ് ചെയ്യാം. 4ഉം 4ഉം പോവും, 1/6. രണ്ടാമത്തെ സോൾവ് ചെയ്യുമ്പോൾ ഇതെല്ലാം 3യും അതൊക്കെ കളഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ 1/4. സോ ദ ഫൈനൽ ആൻസർ ഇസ് 5/12. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ മിക്ക പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസും വളരെ ബേസ് ലെവലിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. An urn contains 4 tickets marked with the numbers. 4 numbers മാർക്ക് ചെയ്തിട്ടുണ്ട്. And 1 ticket is drawn at random.
ആൻഡ് എ ഐ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബി ദ ഈവന്റ് ദാറ്റ് ith ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഓഫ് ദ ടിക്കറ്റ് ഡ്രോൺ ഇസ് 1. ഇനി ഈ ഇവന്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, ഡിപെൻഡന്റ് ആണോ, പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആണോ, 4 ഓപ്ഷൻസ് ആണ് റീച്ച് ചെയ്യേണ്ടത്. ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ 4 ഓപ്ഷൻ അകത്ത് നൺ ഓഫ് ദീസും ഇല്ല, ഓൾ ഓഫ് ദി എബോവും ഇല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കുക. ആദ്യം ചാൻസ് ഉള്ള ഒരെണ്ണം ആദ്യം ചെയ്ത് നോക്കുക. 3 ഇവന്റുകൾ ഉള്ളത് കൊണ്ടും പെയർ വൈസ് ഇൻഡിപെൻഡൻസി അവിടെ ഉള്ളത് കൊണ്ടും അത് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് തന്നെ നോക്കാം. അതിനാദ്യം ഞാൻ ആ തന്നിട്ടുള്ള നമ്പറുകൾ ഒന്ന് എടുത്ത് എഴുതുകയാണ്. എന്തൊക്കെയാ? 112, 121, 211, 222. ഓക്കെ. ഇനി എ ഐ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ith ഡിജിറ്റ് ഓഫ് ദ നമ്പർ ഓഫ് ദ ടിക്കറ്റ് ഡ്രോൺ ഇസ് 1. ith ഡിജിറ്റ്, നമ്മൾ ഏത് ടിക്കറ്റ് ആണോ എടുക്കുന്നത് ആ ടിക്കറ്റിന്റെ ith ഡിജിറ്റ് 1 വരണം. അങ്ങനെയാണെങ്കിൽ A1 എന്താ? ഫസ്റ്റ് ഡിജിറ്റ് 1 വരണം. ഫസ്റ്റ് ഡിജിറ്റ് 1 വരുന്ന എത്ര എണ്ണം ഉണ്ട് A1ൽ? അപ്പോ 112ഉം 121ഉം. അപ്പൊ A2 എന്താ? സെക്കൻഡ് ഡിജിറ്റ് 1 വരണം എന്ന് പറയുമ്പോ 112ഉം 211ഉം. A3 എന്താ? അപ്പോ തേർഡ് ഡിജിറ്റ് 1 വരണം. അപ്പോ 121ഉം 211ഉം. സിമ്പിൾ ആയിട്ട് 3 ഇവന്റ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി പെയർ വൈസ് ഇൻഡിപെൻഡൻസി എങ്ങനെയാ നോക്കുക? 3 ഇന്റർസെക്ഷൻസ് നോക്കണം. 2 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആവുന്ന എപ്പോഴാ? A1 A2 ആണെങ്കിൽ P of A1 intersection A2 is equal to P of A1 into P of A2 വരണം. അങ്ങനെ ഈ 3 എണ്ണത്തിനും തിരിച്ചു മറിച്ച് നോക്കണം. അപ്പൊ P of A1 intersection A2 നോക്കണം. P of A1 intersection A2 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ടിക്കറ്റിന്റെ ഫസ്റ്റ് ഡിജിറ്റും 1 വരണം, സെക്കൻഡ് ഡിജിറ്റും 1 വരണം. ശരിയല്ലേ? ഫസ്റ്റ് ഡിജിറ്റും 1 വരണം, സെക്കൻഡ് ഡിജിറ്റും 1 വരണം. ഫസ്റ്റും സെക്കൻഡും 1 വരുന്ന കേസ് ഏതാണ്? 112. ആ ഒരെണ്ണല്ലേ ഉള്ളൂ. സോ പ്രോബബിലിറ്റി 1/4. ഇനി ഇതേ ഈക്വൽ ടു P of A1 into P of A2 ആണോ നോക്കണം. P of A1 എന്താ? ഫസ്റ്റ് ഡിജിറ്റ് മാത്രം 1 വരണം. അങ്ങനെയുള്ള 2 എണ്ണം ഉണ്ട്. അപ്പൊ 2/4 ഇൻറ്റു സെക്കൻഡ് ഡിജിറ്റ് മാത്രം 1 വരണം. അവിടെയും 2 എണ്ണം ഉണ്ട്. സോ 2/4 ദാറ്റ് ഇസ് 1/4. അപ്പൊ ഈക്വൽ ആയില്ലേ? അപ്പൊ ഒരെണ്ണം ഈക്വൽ ആയി. ഇനി ഇതേപോലെ A2 ഇന്റർസെക്ഷൻ A3 നോക്കണം. ഇതേപോലെ A1 ഇന്റർസെക്ഷൻ A3 നോക്കണം. P of A2 ഇന്റർസെക്ഷൻ A3 നോക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്. സെക്കൻഡ് ഡിജിറ്റും 1 വരണം, തേർഡ് ഡിജിറ്റും 1 വരണം. അപ്പോഴും അവിടെ ഒരെണ്ണം അല്ലേ ഉള്ളൂ. 2 1 1. അപ്പൊ 1/4. ഇതേപോലെ P of A1 into P of A2 1/4 വരും. അങ്ങനെ 3 കേസിലും അത് വരും. സോ പെയർ വൈസ് ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ഇപ്പൊ ബാക്കി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിക്കോസ് ഒരു ഒറ്റ ഓപ്ഷൻ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുള്ളൂ. സോ പെയർ വൈസ് ഇൻഡിപെൻഡന്റ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ എല്ലാം ചെക്ക് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് ഞാനിപ്പോ എല്ലാം ചെക്ക് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവും ഇൻഡിപെൻഡൻസിയും ഒക്കെ ഒന്ന് ചെക്ക്. ഡിപെൻഡന്റ് ഇനി എന്തായാലും വരില്ല, ബിക്കോസ് പെയർ വൈസ് ഇൻഡിപെൻഡന്റ് വന്നു. വേണമെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ഡി പെയർ വൈസ് ഇൻഡിപെൻഡന്റ്. Next question. If A and B are two independent events such that P of A union B complement is equal to 0.8 and P of A യും തന്നിട്ടുണ്ട്, P of B ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ കാൽക്കുലേഷൻസ് ഒരു 3-4 സ്റ്റെപ്പ് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എങ്ങനെയാ നോക്കാം. P of A union B complement തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് യൂണിയൻ വരുന്ന എല്ലാത്തിനെയും നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന അഡിഷൻ തിയറം വെച്ചിട്ടാണ്. P of A plus P of B complement minus P of A intersection B complement. ശരിയല്ലേ? ഇനി P of B complement എന്ന് പറഞ്ഞാൽ എന്താ? 1 minus P of B. ഇനി P of
എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. അതെങ്ങനെ കിട്ടി? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ പ്രോബബിലിറ്റിയുടെ തിയറട്ടിക്കൽ കോൺസെപ്റ്റിന്റെ വീഡിയോയിലെ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബിയും ഇൻഡിപെൻഡന്റ് ആണ്, എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണ്, എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഇതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി. ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നോണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ട് തോന്നുന്നത്. ശരിക്കും ഇത് അറിയാവുന്ന ഒരാൾക്ക് സിമ്പിൾ ആണ്, 1 സെക്കൻഡ് മതി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് 1 മൈനസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി. വേണമെങ്കിൽ പി ഓഫ് എ പ്ലസ് ആ 1 മൈനസ് പി ഓഫ് ബി വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് വരും? 1 മൈനസ് പി ഓഫ് എ. ഇനിയൊന്നുമില്ല, പി ഓഫ് എ തന്നിട്ടുണ്ട് 0.3 ആണ്, പി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട് 0.8 ആണ്. അതൊക്കെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1.8 is equal to 0.3 പ്ലസ് 1 മൈനസ് പി ഓഫ് ബി മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാത്തെ, ഇൻറ്റു 1 മൈനസ് 0.3. 1 മൈനസ് 0.3 എന്ന് പറഞ്ഞാൽ 0.7 ആണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.8 is equal to 0.3 plus 1 minus P of B into 0.7. Simple അല്ലേ? 0.8 minus 0.3 by 0.7 is equal to 1 minus P of B. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ P of B യുടെ ആൻസർ ശരിക്കും 0.286 വരും. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ സോൾവ് ചെയ്യാം മുകളിൽ നിന്ന്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ വരും, 0.286 വരും. അപ്പൊ നമുക്ക് ആൻസർ കാണുമ്പോൾ ഫ്രാക്ഷൻ ആയിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഏതാണ് ആ 0.286 വരുന്നതെന്ന്. അത് 2/7 ആണ് 0.286 വരുന്നത്. അപ്പോ ഓപ്ഷൻ എ. ശരിക്കും അത് സിമ്പിൾ ആണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുമ്പോൾ ലെങ്തി ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ 2/7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A single letter is drawn at random from the word aspiration. The probability that it is a vowel. അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആസ്പിറേഷനിൽ ടോട്ടൽ എത്ര വേർഡ്സ് ഉണ്ട്? ഐ മീൻ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3, 3, 6, 3, 9, 1, 10 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ഇതിനകത്തിലെ വവൽസ് മാത്രമാണെങ്കിലോ എ ഐ ഒ, മൊത്തം 5 വവൽസ് ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വവൽസിന്റെ പ്രോബബിലിറ്റി ആണ്. സിമ്പിൾ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് വവൽ എന്താണ്? 5/10, സിമ്പിൾ 1/2. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സിന്റെ ഒക്കെ പ്രോബ്ലംസ് ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ഹെവി ആയിട്ട് ചിന്തിക്കും, അതിന്റെ ആവശ്യമില്ല. 1/2, ഓപ്ഷൻ എ 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പനി എ produces 10% of defective products. Company B produces 20% defective products and C produces 5% of defective products. If choosing a company is an equally likely event, then find the probability that the product chosen is defective. ഓരോ കമ്പനിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഇനി ഈക്വലി ലൈക്ലി ആയിട്ടാണ് നമ്മൾ കമ്പനിയെ കാണുന്നതെങ്കിൽ, അപ്പൊ ഞാൻ കമ്പനീസിനെ എ ബി ആൻഡ് സി എന്ന് എടുക്കുകയാണ്. അപ്പൊ പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി എന്തായിരിക്കും? 1/3 ആയിരിക്കും. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് പ്രോബബിലിറ്റിയുടെ. ഈക്വൽ പ്രോബബിലിറ്റി ഈസ് അസൈൻഡ് അല്ലേ? അപ്പൊ പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് സി ഈക്വൽ ടു 1/3 ഈക്വലി ലൈക്ലി ആണെങ്കിൽ. ഇനി ഓരോ കമ്പനീസും ഡിഫക്റ്റീവ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കമ്പനി ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിഫക്റ്റീവ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി, ഡി എന്ന് ഉദ്ദേശിക്കുന്ന ഡിഫക്റ്റീവ് ആണ്, അത് തന്നിട്ടുണ്ട് 0.10. അതേപോലെ രണ്ടാമത്തെ കമ്പനിയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഡിഫക്റ്റീവിന്റെ പ്രോബബിലിറ്റി 0.20. മൂന്നാമത്തെ കമ്പനിയാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഡിഫക്റ്റീവിന്റെ പ്രോബബിലിറ്റി 0.05. ശരിയല്ലേ? ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ശരിക്കും ഡിഫക്റ്റീവിന്റെ പ്രോബബിലിറ്റി ആണ്.
അത് സിമ്പിൾ അല്ലേ? എന്താ 0.1 into 1/3 plus 0.2 into 1/3 plus 0.05 into 1/3. അത് സോൾവ് ചെയ്യുമ്പോൾ 0.11 കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഫ്രാക്ഷൻ ആയിട്ടാണ് അതിനകത്ത് ഉള്ളതെങ്കിൽ 7/60 വരും. സിമ്പിൾ അല്ലേ? എന്താ ഫസ്റ്റ് നമുക്ക് 3 സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒന്നുകിൽ ഫസ്റ്റ് കമ്പനിയിൽ ഡിഫക്റ്റീവ് ഉണ്ടാകാം, അല്ലെങ്കിൽ സെക്കൻഡ് കമ്പനിയിൽ, അല്ലെങ്കിൽ തേർഡ് കമ്പനിയിൽ. അപ്പൊ 3 ഓപ്ഷൻസ് വരും. സിമ്പിൾ അല്ലേ? സോ 0.11. ഓപ്ഷൻ എ 0.11. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 dice are rolled by players A and B. A throws 10. The probability that B throws more than A is. അതായത് 2 പേര് ഒരേ സമയത്ത് 2 ഡൈസ് ത്രോ ചെയ്യാണ്. എ 10 ത്രോ ചെയ്തു എന്ന് വെച്ചാൽ സമ്മാണ് ഈ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം 2 ഡൈസ് ഉണ്ടല്ലോ. അപ്പൊ എ 10 കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് 2 ഡൈസും കൂടെ എടുത്തു നോക്കിയപ്പോ അതിലെ സമ്മ് 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ 10ൽ കൂടുതൽ സമ്മ് വരാനുള്ള ചാൻസ് എന്താണ്? പ്രോബബിലിറ്റി മീൻസ് ചാൻസ്. 10ൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 എണ്ണല്ലേ ഉള്ളൂ. ഒന്നുകിൽ 11 അല്ലെങ്കിൽ 12. ബിക്കോസ് 2 ഡൈസ് ആണ് എടുക്കുന്നതെങ്കിൽ സമ്മ് മാക്സിമം 12 വരെ പോവുള്ളൂ. അത് നമുക്കറിയാം. 11 വരാനാണെങ്കിൽ ഏതൊക്കെയാണ് ചാൻസ്? ഒന്നുകിൽ 5ഉം 6ഉം, അല്ലെങ്കിൽ 6ഉം 5ഉം. 12 ആണെങ്കിൽ 6ഉം 6ഉം. അപ്പൊ ആകെ 3 കണ്ടീഷൻസിലെ ബിക്ക് എയേക്കാൾ കൂടുതൽ സമ്മ് വരാനുള്ള ചാൻസ് ഉള്ളൂ. സോ 3 ആണ് ഫേവറബിൾ കേസ്. പിന്നെ 2 ഡൈസ് ആയതുകൊണ്ട് ടോട്ടൽ 36 ഔട്ട്കംസ് ഉണ്ട്. സോ 1/12 ആണ് ആൻസർ. വളരെ സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എ ത്രോസ് 10 എന്ന് പറയുമ്പോൾ ഒരു ഡയസിലെ ആണോ ഈ 10 എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അല്ല, എ ത്രോസ് 10 എന്ന് പറഞ്ഞാൽ 2 ഡൈസും കൂടെയുള്ള സമ്മാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. പ്രോബബിലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, 10 ക്വസ്റ്റ്യൻ ചെയ്താൽ വീണ്ടും 100 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അപ്പൊ മാക്സിമം സോഴ്സസിൽ നിന്നൊക്കെ നിങ്ങൾ തനിയെ കൂടെ ചെയ്ത് നോക്കുക. വെരിഫൈ ചെയ്യണമെങ്കിൽ എനിക്ക് അയച്ചു തരാൻ, ഞാൻ വെരിഫൈ ചെയ്ത് തരാം. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.